ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. നമ്മുടെ ചാനൽ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ണിക്കും എനിക്കൊക്കെ പനിയും ജലദോഷമാണ്. ഉണ്ണിക്ക് 2 ദിവസമായി ജലദോഷം തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ അവളുടെ അടുത്ത് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിംസ് ഹോസ്പിറ്റലിലേക്കാണ് പോണത്. അപ്പോൾ കുറച്ച് കാലമായി ഇപ്പോൾ ഇങ്ങനെ വീഡിയോസൊന്നും എടുക്കാറില്ല കേട്ടോ. ഇങ്ങനെ ഒരു സെയിം കണ്ടൻറ്റ് തന്നെയല്ലേ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു, ശരണ്യ എന്ന പേര്, പാലക്കാടുള്ളത്. അപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് കുറേ ഇങ്ങനെ മോട്ടിവേറ്റ് ഒക്കെ ചെയ്തു കേട്ടോ. ശരണ്യ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഹായ് കേട്ടോ. അപ്പോൾ എൻ്റെ സൗണ്ടൊക്കെ എന്താ പറയുക ഇങ്ങനെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ പോയിട്ട് നിംസ് ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ പോയിട്ട് ഇത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റിയിട്ടോ, അധികം ഒന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ നമ്മൾ തന്നെ വിളിച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ണിയുടെ വെയിറ്റൊക്കെ നോക്കി. ഉണ്ണി ഇപ്പോൾ 8.5 കിലോ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പിന്നെ ഇതാ ടെമ്പറേച്ചറൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് പനി ഇല്ല കേട്ടോ, പനി കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അത് നോർമൽ ചൂട് തോന്നുന്നതാണ്, കുട്ടികൾക്കൊരു ചൂടുണ്ടാവും, അങ്ങനെ തോന്നുന്നതാണ്, പനിയല്ല എന്ന് പറഞ്ഞു. ജലദോഷത്തിനും ചുമയ്ക്കൊക്കെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജലദോഷം ഇപ്പോൾ 2 ദിവസമൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട്, അപ്പോൾ അതുകൊണ്ട് നെബുലൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ വാങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഒരച്ഛമ്മ കുട്ടീനെ, ഇവളുടെ പ്രായത്തിലൊരു കുട്ടി. അപ്പോൾ അവയെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവർ ബിസ്ക്കറ്റ് കൊടുത്തു കേട്ടോ. അപ്പോൾ അതാണ് കഴിച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ അത് പോയിട്ടൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ചെയ്യുമ്പോൾ ആവി പിടിക്കുമ്പോൾ ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ എൻ്റെ മടിയിലിരിക്കുന്നത്. ഞങ്ങൾ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ വായിൽ കൈ വയ്ക്കുന്നതിന് സിസ്റ്റർ ചീത്ത പറയുക കേട്ടോ. അങ്ങനെ ഇപ്പോൾ അതാണ് പരിപാടി, ഇപ്പോൾ നോക്കിയാലും വായിലിങ്ങനെ കൈയിട്ടോണ്ടിരിക്കും. അങ്ങനെ പിന്നെ എൻ്റെ മടിയിൽ ഇരുന്നിട്ട് കുറേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഒരു ഭാഗം മരുന്ന് വെറുതെ പോയി. പിന്നെ ഞാൻ ഏട്ടൻ്റെ മടിക്ക് ഇരുത്തിയിട്ട് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനാണ് ഇപ്പോൾ പിടിച്ചു കൊടുക്കണത്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പാട്ട് വെച്ചു കൊടുത്തു മൊബൈലിൽ. മുന്നേയും പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇത് എന്താ സംഭവം എന്ന് ഒരു പേടി കാരണം തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചായപ്പോഴേക്കും അങ്ങോട്ട് റെഡി ആയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഉണ്ണിക്ക് ചെവിയിലൊരു മണം വന്നിട്ട് ഇതേപോലെ നിംസിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും ഞാൻ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്നറിയില്ല. ചെവിയൊക്കെ ക്ലീൻ ചെയ്തു, അത് പിന്നെ അങ്ങനെ മാറി. പിന്നെ ഉണ്ണിക്കിങ്ങനെ ഇപ്പോൾ കണ്ണും പിരിവൊന്നും എഴുതാൻ പറ്റില്ല, കാരണം ഉണ്ണിക്ക് മുഖത്ത് ഒരു വൈറ്റ് കളർ ഇങ്ങനെ ഡോട്ട് മൂക്കിൻ്റെ അവിടെ വന്നു. അപ്പോൾ അത് ഞങ്ങൾ വിറ്റാമിൻ കുറവാണെന്ന് വിചാരിച്ചു. പക്ഷേ ഡോക്ടർ പറഞ്ഞു അലർജിയാണ്, കൺമഷിയുടെയൊക്കെ അലർജിയാണ്, പൗഡറും കൺമഷിയൊന്നും അങ്ങനെ യൂസ് ചെയ്യണ്ട, അത് യൂസ് ചെയ്യണ്ട. അപ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാത്രം എഴുതി കൊടുക്കും. അത് മാറണ വരെ ചെയ്തില്ല, ഇപ്പം മാറിയിട്ടുണ്ട്. പിന്നെ ആ ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആരോഗ്യകേന്ദ്രത്തേക്ക് പോയി എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്. കുട്ടീനെ ഞാൻ അവിടെ കാണിച്ചോളൂ കേട്ടോ. അങ്ങനെ ആരോഗ്യത്തിൽ പോയിട്ടാണ് ആകെ പണി കിട്ടിയത്. നല്ല തിരക്കായിരുന്നു. ബുധനാഴ്ചയാണ് കേട്ടോ അപ്പം പോയ ദിവസം, ഭയങ്കര തിരക്ക്. അപ്പോൾ ആദ്യം നമ്മൾ ഡോക്ടറെ കാണണം, അതിന് മുമ്പ് സിസ്റ്ററിനെ കാണണം. സിസ്റ്ററിനെ കണ്ടിട്ട് അവിടെ കമ്പ്യൂട്ടറിൽ കയറ്റണം. അവിടെ നമുക്ക് പനിയും കാര്യങ്ങളൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടറെ അടുത്ത് വരണം. പിന്നെ അവിടെ നിന്ന് നമുക്ക് മെഡിസിന് വേണ്ടിയിട്ട് വരാനായിട്ട് നിൽക്കുമല്ലോ, അതും അങ്ങനെ നിന്നിട്ട് പിന്നെ കുറേ ടൈം എടുത്തു. പിന്നെ മഴ, പിന്നെ അങ്ങ് തിരിച്ച് വരാനേ പറ്റണില്ല കേട്ടോ. അപ്പോൾ അവിടെ ആശാ വർക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഞങ്ങളെ വീട്ടിലേക്ക് ആക്കി തരാൻ പറഞ്ഞു. ഞാനും ഉണ്ണിയും പോന്നു. ഏട്ടൻ പിന്നെ അവിടെ തന്നെ നിന്നു. ഏട്ടൻ പിന്നെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് വരിക കേട്ടോ ചെയ്തത്. അങ്ങനെ പിന്നെ വന്നിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരത്ത് ഉണ്ണി ഇരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കട്ട വെച്ച് കളിക്കണ ഉണ്ണിക്ക് ഇപ്പം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഇത് കുറേ ചെറുപ്പത്തിൽ വാങ്ങിക്കൊടുത്താണല്ലോ, ഇപ്പം അത് അവൾ ചെയ്യും. അതൊന്ന് അവൾ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണ് അവൾ ഓർഡർ ചെയ്യുക. ഞാനത് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓർഡർ അനുസരിച്ച് വലിപ്പത്തിനനുസരിച്ച് ഓർഡർ ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വെച്ചെടുക്കണം കാണിക്കുള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും വെക്കുമ്പോൾ ഈ ഓരോ കട്ടയുടെയും വലിപ്പത്തിനനുസരിച്ച് ഓർഡർ ചെയ്തിട്ട് വലിയൊരു ഇതാക്കി വെക്കുക ചെയ്യാറ്. അപ്പോൾ അവൾ അങ്ങനെയാണ് അവൾ മനസ്സിൽ കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ വലുതാണ് അവൾ ജോയിൻ ചെയ്യുക. പിന്നെ അതിൻ്റെ ചെറുത് ജോയിൻ ചെയ്യും, പിന്നെ ചെറുത് മാത്രം, അങ്ങനെ ഒറ്റയ്ക്കൊക്കെ ജോയിൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ അത് ചെയ്യാനേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ നേരം വീഡിയോ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാച്ച ചെയ്യണമില്ല. അപ്പോൾ എല്ലാവരുടെയും നാട്ടിലെ വിശേഷങ്ങളും ഒക്കെ എന്താണ്, എല്ലാവരും സേഫ് അല്ലേ? നമ്മൾക്കിവിടെ കുഴപ്പങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ ഉണ്ണീനൊക്കെ ആയിട്ട് തന്നെ കളിക്കുക കേട്ടോ. പിന്നെ കൂടുതൽ വിശേഷങ്ങൾ കുറേ പേരിങ്ങനെ കാണുമ്പോൾ ഒക്കെ ചോദിക്കേണ്ടത് എന്താ ഇങ്ങനെ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഈ ചാനൽ തുടങ്ങിയ പിന്നെ അങ്ങനെ തന്നെയാണ്. ഇടയ്ക്ക് നമ്മൾ വീഡിയോസൊക്കെ തീരെ ഉണ്ടാവാതെ നിർത്തി വയ്ക്കും, പിന്നെ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഈ ഡെയിലി കണ്ടൻറ്റുകളൊന്നാവുന്നു എന്നുള്ളൊരു വിഷയം കൊണ്ടാണ് ഞാൻ പിന്നെ നിർത്തിയത്. പിന്നെ നമുക്ക്
അധികം നമ്മളങ്ങനെ പുറത്തേക്ക് ട്രാവൽ ചെയ്യണവരോ അങ്ങനെയൊന്നും അല്ല. അപ്പോൾ ഫങ്ഷൻസിന് പോവുക അങ്ങനെയൊന്നും നമുക്ക് അങ്ങോട്ട് പോകാനും അങ്ങനെയൊന്നും ഇല്ല. അതല്ലെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലല്ലേ വീഡിയോസിലും ഇങ്ങനെ മറ്റുള്ള വീഡിയോസിൽ അതൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മുടെ വീട്ടിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സെയിം കണ്ടന്റ് തന്നെ അതന്നെയല്ലേ കണ്ടന്റ്, അതാണ് ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു ഇത് കിട്ടാത്ത കേട്ടോ. നമുക്ക് പുതിയ കണ്ടന്റുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യാം, അങ്ങനെ ചെയ്തു പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. സെയിം എന്ന് കാണിച്ചുകൊണ്ടിരിക്കേണ്ട, അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ വീഡിയോസൊക്കെ ചെയ്യാത്തതിൻ്റെ ഉള്ളൊരു റീസൺ. അങ്ങനെ എന്താ ഉണ്ണിക്ക് കട്ട കളിക്കൽ കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് പേന എടുത്തിട്ട് ബുക്കിൽ എഴുതുക, ഇങ്ങനെ വരയ്ക്കുക. എഴുതുക എന്ന് വെച്ചാൽ വരയ്ക്കുക, കുത്തി വരിക. അതാണ് നമ്മുടെ അടുത്ത് ഇങ്ങനെ ചിത്രം വരച്ച് തരാനൊക്കെ പറയും. അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പൂച്ചേനെ വരയ്ക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. പൂച്ചയുടെ തല കേട്ടോ, വേറെ ഒന്നും വരയ്ക്കണമെന്നില്ല, അത് കണ്ടാൽ തന്നെ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മളോട് വരച്ചു തരാൻ പറയും. അപ്പോൾ അവളിപ്പോൾ ഇങ്ങനെ ഓരോന്ന് വരച്ചിട്ട് അവൾ പറയും കൊമ്പനാന അല്ലെങ്കിൽ പൂവ്, സ്വയം അതൊക്കെ അങ്ങനെ ഇമേജ് ചെയ്യും, ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് ഇമാജിൻ ചെയ്യലാണ് അവളുടെ പണി കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടിവിറ്റി കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് വെള്ളം കയറിയപ്പോൾ അവിടെ ഇങ്ങനെ മീനൊക്കെ വന്നിട്ട് കിടക്കുന്നുണ്ടായിരുന്നു, ചെറിയൊരു കുണ്ടിൽ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളതാണ് പരൽമീനാണ് കേട്ടോ. അപ്പോൾ അത് അവൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മീൻ എന്നൊക്കെ പറഞ്ഞ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇത് കോഴിനെ കാണിച്ചത് കോഴിക്ക് ഇപ്പോൾ ഭേദമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വയ്യാന്നൊക്കെ ഞാൻ പറയാറില്ലേ, അത് അങ്ങനെ എന്താ ഞങ്ങൾ കിണറ്റിലിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ കിണറ്റിൽ കൊണ്ടിടാനുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആട്ടോ. അപ്പോൾ നമ്മൾ വ്ളോഗ്സ് ഇങ്ങനെ ഇടാറില്ല. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബറിനെ കണ്ടപ്പോൾ ശരണ്യനെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്താക്കാരം ഇട്, അല്ലെങ്കിൽ ഇങ്ങനെ അവരൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. വീഡിയോസ് എന്താ വന്നിട്ടുണ്ടോ നോക്കാറുണ്ട് എന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് സെയിം കണ്ടന്റ് തരുമ്പോൾ നിങ്ങൾക്കൊരു ബോറിങ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ അവർ പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ നോക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതും മനസ്സിൽ വെച്ചിട്ടാണ് പിന്നെയും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെതാ മീനൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇതുപോലെ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. പേടിയാവണേ ഫോൺ ഇങ്ങനെ പിടിക്കാനേ. എവിടെ കാണുന്നുണ്ട് എനിക്കേ അത് തറ്റത്തുനിന്ന് ഫോൺ പിടിക്കുമ്പോൾ പേടിയാവണേ, ഇളകി കുട്ടി ഇളകിയാലേ. വെള്ളം